ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ദർ ഈസ് നോ പാത്ത് ടു ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഈസ് ദ പാത്ത്. ശ്രീബുദ്ധന്റെ കോട്ടാണ്. നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു പാത്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ് ഉറപ്പിക്കുക. പുറമേന്ന് വരുന്ന എല്ലാ വിഷമങ്ങളെയും നമ്മൾ തട്ടിയെറിയുക, എന്നിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വീനിങ് ഇൻ ബേബി. 6 മന്ത്സ് വരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കണം? എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ആയിരിക്കണം. ബ്രസ്റ്റ് ഫീഡ് അല്ലാതെ വേറെ പുറത്തുനിന്ന് നമ്മൾ ഒന്നും തന്നെ കുഞ്ഞിന് കൊടുക്കുന്നില്ല. ഇവൻ വാട്ടർ പോലും നമ്മൾ കൊടുക്കുന്നില്ല അല്ലേ? അപ്പോൾ ഒരു 180 ദിവസം 180 ഡേയ്സ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിന് നമുക്ക് എന്ത് ചെയ്യാം? വീനിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മൾ കുഞ്ഞിന് കൊടുത്തു തുടങ്ങുക, അല്ലെങ്കിൽ ഫുഡ് നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിക്കവാറും എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് എന്താ? റാഗി അഥവാ പഞ്ഞിപ്പുല്ല് അല്ലെ? പഞ്ഞിപ്പുല്ല് എന്നൊക്കെ പറയുന്ന റാഗിയാണ് നമ്മൾ കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു റാഗി ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഒന്നുകിൽ 2-3 സ്പൂൺ റാഗി എടുത്ത് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് അത് സോക്ക് ചെയ്യാൻ വെക്കാം. സോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. അരിച്ച് ഒഴിച്ചു വെക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇത് നന്നായിട്ട് കുറച്ചു നേരം ഇരുന്ന് സെഡിമെന്റ്സ് താഴെ ഇങ്ങനെ വരും. അന്നേരം ഈ എക്സ്ട്രാ വാട്ടർ കുറച്ച് റിമൂവ് ചെയ്തിട്ട് ഈ സെഡിമെന്റ്സിനെ നമുക്ക് നന്നായിട്ട് കുറുക്കി ഒരു 10 മിനിറ്റ് എങ്കിലും വേവിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പൊ ഫസ്റ്റ് ഡേ നമുക്ക് കുഞ്ഞിന് 2 അല്ലെങ്കിൽ 3 സ്പൂണേ കഴിക്കുന്നുള്ളൂ എങ്കിലും പ്രശ്നമില്ല. നമുക്ക് പിന്നെ വരും ദിവസങ്ങളിൽ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എടുക്കുന്ന ഒരു ചെറിയ ബൗൾ ഫുള്ള് കുഞ്ഞ് കഴിക്കണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. 2-3 സ്പൂൺ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുഞ്ഞിന് ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പുതിയൊരു ഫുഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. 1 അറ്റ് എ ടൈം. ഇപ്പൊ റാഗി കൊടുത്ത് ഒരു 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റാഗി കൊടുത്ത് റാഗി ഓക്കെ ആണെങ്കിൽ മാത്രമേ 5-ാമത്തെ ദിവസം സെക്കൻഡ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവൂ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാല്, കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അലർജി ഉള്ളത്, അല്ലെങ്കിൽ അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കറിയില്ല അല്ലേ? കുഞ്ഞൊരു പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് ജനിച്ചു വന്നതേ ഉള്ളൂ. അപ്പൊ അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫീൽ ചെയ്തിട്ട് വേണം നമുക്ക് അലർജി ഒന്നും ഇല്ലാന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ഡേയ്സ് കൊടുക്കുക. കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടുകളോ അലർജീസോ ഒന്നും ഇല്ല എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി റാഗി പൗഡേഴ്സ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ റാഗി എന്ത് ചെയ്യുക? നന്നായിട്ട് വാഷ് ചെയ്ത് പൊടിയൊന്നും കയറാത്ത വിധത്തിൽ നന്നായിട്ട് സണ്ണിന് അണ്ടറിൽ ഉണക്കി നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡേഴ്സ് ആക്കി അരിച്ചെടുക്കാം. എന്നിട്ട് ഈ പൊടി ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറുക്കിയെടുക്കാം. ഇനി ഒരു 3-4 ഡേയ്സ് നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കരിപ്പട്ടിയില്ലേ, കരിപ്പട്ടി, അത് നമുക്ക് നന്നായിട്ട് ഉരുക്കി അതിന്റെ അഴുക്കെല്ലാം കളഞ്ഞ് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് വേണമെങ്കിൽ 1 സ്പൂൺ ഈ റാഗി കുറുക്കുന്നതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് അത് നമുക്ക് കാച്ചിയെടുക്കാം. ഇത് ഒരു 3-4 ഡേയ്സ് കൊടുക്കുക. അലർജി ഒന്നും ഇല്ലാന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരാഴ്ച നമ്മൾ റാഗി കൊടുത്തു, കുഞ്ഞിന് ഒരു അര ബൗൾ റാഗിയൊക്കെ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് കായ്പ്പൊടി, ബനാന പൗഡർ അല്ലേ, നമ്മൾ വീട്ടിലൊക്കെ ഉണക്കി പൊടിച്ചെടുക്കാറില്ലേ, ആ കായ്പ്പൊടി എന്ത് ചെയ്യാം? ഇതേ മെത്തേഡിൽ നമുക്ക് ജസ്റ്റ് ആദ്യം പ്ലെയിൻ ആയിട്ട് കാച്ചി കൊടുത്ത് നോക്കുക. ഒരു 2-3 ഡേയ്സ് ആവുമ്പോൾ കുഞ്ഞ് ഓക്കെ ആണെങ്കിൽ നമുക്ക് 1 സ്പൂൺ കരിപ്പട്ടി ഉരുക്കിയതും കൂടെ ഒഴിച്ച് നമുക്ക് കുറുക്കി അങ്ങനെ കൊടുത്തു നോക്കാം. കുടിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വേണമെന്ന് അത്രയും കൊടുക്കുക, അതിന് പ്രശ്നമില്ല. കുടിക്കാത്ത കുഞ്ഞുങ്ങളെ ഫോഴ്സ്ഫുള്ളി കൊടുക്കാതെ കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെ കൊടുക്കുക. അതുപോലെ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു നേരം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഒരു നേരം ഓക്കെ ആയിട്ട് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയും വൈകിട്ടും കൊടുക്കാം. അത് കഴിഞ്ഞ് അതും ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ, ഉച്ച, വൈകുന്നേരം അങ്ങനെ 3 നേരം കൊടുക്കാം. അല്ലെങ്കിൽ രാവിലെ റാഗിയുടെ കുറുക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് ബനാനയുടെ കുറുക്ക് കൊടുക്കുക, വൈകുന്നേരത്തെ വേറെ എന്തെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കൊടുക്കുക. അങ്ങനെ ആക്കാം. അപ്പൊ നമ്മൾ റാഗിയായി, ബനാന പൗഡറായി. നമുക്ക് അടുത്തതായിട്ട് ചോറ് അല്ലെങ്കിൽ ഞവരരിയോ അല്ലെങ്കിൽ കുത്തരിയില്ലേ, ചെറിയ പൊടിയരി, ഇതൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് വാഷ് ചെയ്ത് കുക്ക് ചെയ്ത് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ അരികൾ 1 by 1 ആയിട്ട് കണ്ടിന്യൂസ് 4 ഡേയ്സ് കൊടുക്കുക. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 6 മന്ത്സ് കഴിഞ്ഞ് 7 മന്ത്സ് എത്തി. ഇനി 7 മന്ത്സ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെയാ അപ്പൊ നമ്മൾ കൊടുക്കുക? വെജിറ്റബിൾസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് എന്ത് ചെയ്യുക? നന്നായിട്ട് ബോയിൽ ചെയ്യുക. അതിനകത്ത് ഉപ്പോ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നന്നായിട്ട് ബോയിൽ ചെയ്ത് കുക്കായി കഴിയുമ്പോൾ ഇതിനെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. സ്മാഷ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യാം? നമുക്കൊരു സ്പൂൺ വെച്ച് കോരി കോരി കൊടുക്കാം. അപ്പോഴും ശ്രദ്ധിക്കുക, 1 വെജിറ്റബിൾ പെർ ഡേ. ഇപ്പൊ ഇന്ന് ഒരു വെജിറ്റബിൾ കൊടുത്തു,
ഒരു 3 to 4 കോൺസിക്യൂട്ടീവ് ഡേയ്സ് കൊടുക്കുക. ഓക്കെ ആണെങ്കിൽ 4th ഡേ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വെജിറ്റബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ ആദ്യം ഓക്കെ ആയിട്ടുള്ള വെജിറ്റബിൾസും കൂടി വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അത് പ്രശ്നമില്ല. അങ്ങനെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ 1 by 1 ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്യാരറ്റ്, പൊട്ടറ്റോ, ബീട്രൂട്ട് അങ്ങനെയെല്ലാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് ആപ്പിൾ എടുക്കുക. അപ്പൊ വേറൊരു പുതിയ സാധനം ഇല്ല, സ്ഥിരം കുഞ്ഞ് കഴിക്കുന്ന റാഗി, ബനാന പൗഡർ ഒക്കെ ഇന്ന് ഞാൻ കൊടുക്കുന്നുള്ളൂ. എക്സ്ട്രാ കൊടുക്കുന്നത് ആപ്പിൾ. അപ്പൊ ആപ്പിൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പീൽ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തിട്ട് സ്മാഷ് ചെയ്ത് കുഞ്ഞിന് ഇതുപോലെ സ്പൂണിൽ കോരി കൊടുക്കുക. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ധാന്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ധാന്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമെങ്കിലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമ്മുടെ ചോയ്സ് അനുസരിച്ച്. ഇതെല്ലാം നമുക്ക് 7 months തൊട്ട് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുക, പയറോ ഉഴുന്നോ കടലയോ ഒക്കെ എന്ത് ചെയ്യുക, ഒന്നുകിൽ എന്ത് ചെയ്യുക, നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വറുത്ത് പൊടിച്ചു വെക്കുക. എന്നിട്ട് ഈ പൊടി എടുത്തിട്ട് നമുക്ക് കുറുക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, കടല ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഉഴുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇതെല്ലാം കുഞ്ഞ് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് മൂന്നും കൂടെ ഒരുമിച്ച് കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചു വെച്ചാൽ അതിൽ നിന്നൊരു മിക്സഡ് ധാന്യങ്ങളായിട്ട് ഒരു സ്കൂപ്പ് എടുത്തിട്ട് അങ്ങനെയും കാച്ചി കൊടുക്കാം. അപ്പോൾ ധാന്യങ്ങളായി, ഫ്രൂട്ട്സ് ആയി, വെജിറ്റബിൾസ് ആയി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ടോളറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണയോ ഒഴിച്ച് നമുക്ക് ഈ വെജിറ്റബിൾസിന്റെ കൂടെ സ്മാഷ് ചെയ്യുമ്പോൾ കൊടുക്കാം. നെയ്യ് എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഹെൽത്തി ഫാറ്റാ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. ഒരു 9 മാസമൊക്കെ ആയാൽ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 3 days കോൺസിക്യൂട്ടീവ് ആയിട്ട് കൊടുത്ത് 1 ന്യൂ ഫുഡ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 9 months ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫുഡും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 1 വയസ്സൊക്കെ ആയാൽ ശരിക്കും നമ്മൾ അമ്മമാർ കഴിക്കുന്ന എല്ലാ സാധനവും എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ കഴിച്ചു തുടങ്ങും അല്ലേ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ അമിതമായിട്ട് ഷുഗറോ ഉപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് മാത്രം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ കിഡ്നീസ് ഒക്കെ ടോളറേറ്റ് ചെയ്യുന്ന ചെറിയ അളവിൽ മാത്രമേ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് അത് ഇല്ലാതെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചോട്ടെ. എന്തിനാ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന, മധുരത്തിന് പകരമായിട്ട് ഈ കരിപ്പെട്ടി ഉരുക്കിയതോ അല്ലെ പനങ്കൽക്കണ്ട് പൊടിച്ചതോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.